നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറേ സ്റ്റിച്ച് ഇപ്പോൾ പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ ഇത് തന്നെ നമ്മൾ ചെറിയൊരു ഡിസൈനർ ആവാനുള്ള അത്യാവശ്യ സ്റ്റിച്ചുകളൊക്കെ നമ്മളിപ്പോൾ തന്നെ പഠിച്ചവർക്കൊക്കെ ആശംസകൾ കേട്ടോ. കാരണം നിങ്ങൾക്ക് അത് വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും, നിങ്ങളുടെ ഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഡിസൈനർ എന്നുള്ള രീതിയിൽ അടിത്തട്ട് ഇട്ട് തന്നിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് മുമ്പോട്ട് പോകാത്തേ ഉള്ളൂ. അപ്പോൾ ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു സ്റ്റിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്, ഞാൻ അതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രോയിങ് അറിയില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഡിസൈനർ ആവാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോയിങ് അറിയില്ല, സ്റ്റിച്ചിങ് അറിയില്ല എന്ന് വെച്ചിട്ട് ഒന്നും മാറി നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസൈൻ അല്ലെങ്കിൽ പാറ്റേൺ വരയ്ക്കാനുള്ളൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അത് കണ്ടിട്ട് എല്ലാവരും അത് ചെയ്ത് നോക്കണേ. പിന്നെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് തുണിയിലേക്ക് നേരിട്ട് തന്നെ ഡിസൈൻ വരയ്ക്കാം. അങ്ങനെ ഒരു പേടി തോന്നുകയാണെങ്കിൽ മാത്രം കടലാസിലേക്ക് ആദ്യം വരയ്ക്കാം. എന്നിട്ട് കടലാസിൽ നിന്ന് ട്രേസ് പേപ്പർ വെച്ചിട്ട് തുണിയിലേക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ നേരിട്ട് വരയ്ക്കാൻ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പോൾ മാത്രം കടലാസിലേക്ക് വരച്ചിട്ട് ട്രേസ് പേപ്പർ കൊണ്ട് തുണിയിലേക്ക് വരയ്ക്കാം. അപ്പോൾ ഇനി കൂടുതൽ പറയണില്ല, വീഡിയോയിലേക്ക് പോവാം. ചെയ്ത് കഴിഞ്ഞാൽ, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം വീട്ടിലെ സ്വന്തം ആളാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് സംശയം വേണം ചോദിച്ചോളൂ, പറഞ്ഞുതരാം. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കണ്ടോ, വീട്ടിലെ കുറച്ച് മനോഹരമായ പൂക്കളാണ്. എന്തു ഭംഗി അതിൻ്റെയൊക്കെ. ഓരോ എതിലെടുത്ത് നോക്കി നോക്കൂ, ഒക്കെ വ്യത്യസ്ത ഡിസൈനായിരിക്കും. കളറ്, ഭംഗി, അതിൻ്റെ ആ ഡിസൈനുകൾ ഓരോ എതിലെടുത്ത് നോക്കിയാൽ നമുക്ക് വേണ്ട എല്ലാ ഡിസൈനും ഇതിന്ന് കിട്ടും. നമ്മൾ എവിടെയും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അതിന്നെടുത്ത ഡിസൈനുകൾ ആണ് അതിന്നെടുത്ത് വരച്ചതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കേട്ടോ, ഈ ഒക്കെ തന്നെ വരച്ചതാ. ലീഫ്, തണ്ട്, ഓക്കെ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇതിലൊരു നൂലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കാം. കുഴ ആക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ നനയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തണ്ടിൻ്റെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം. എങ്ങനെ വേണ്ടത് എന്നുള്ളത് നമുക്ക് വളഞ്ഞിട്ടോ ചിരിച്ചിട്ടോ എങ്ങനെ വെച്ചാൽ മാറ്റാം. ഇതുപോലെ വൃത്തിയായിട്ട് വളച്ചു. എന്നിട്ട് അതിങ്ങനെ സ്കെച്ച് ഇടുക അതിന്. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു തണ്ടൊക്കെ അങ്ങനെ വരയ്ക്കുമ്പോൾ വളഞ്ഞിട്ട് പോയി അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളൊക്കെ മാറ്റിയെടുക്കുക. വെറുതെ നമുക്ക് നേരിട്ട് ഡ്രസ്സിൽ കഴുത്തിൻ്റെ ഭാഗത്ത് കൂടെ ഒക്കെ വരയ്ക്കാം. കാരണം എളുപ്പമല്ലേ, നമുക്ക് ഇഷ്ടം പടി അതിനെങ്ങോട്ട് വളച്ചെടുക്കാം. ഇങ്ങനെ വളയ്ക്കാം. ഇനി ഇതിന് റൗണ്ട് ആക്കണമെങ്കിൽ, ഇപ്പം നമ്മൾ സാധാരണ കാണും ഈ ചില പൂക്കൾക്കും ചില പൂക്കളുടെ തണ്ടുകൾക്ക് ഇങ്ങനെ ഒരു തരം വളഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ, ആ രൂപത്തിലേക്ക് ഇതിനെ മാറ്റാം. നമുക്ക് എങ്ങനെ ഷേപ്പ് വേണോ അതിനൊക്കെ മാറ്റാം. അപ്പോൾ അതിന് വല്ലാതെ ഇങ്ങോട്ട് നനച്ചതാക്കാം കേട്ടോ. ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് ഇതാക്കുക. അതിൻ്റെ ഷേപ്പ് അങ്ങോട്ട് സ്ട്രെച്ച് പോലെയൊക്കെ. എന്നിട്ട് നമ്മളിതിനെ അങ്ങോട്ട് ഇതുപോലെ കണ്ട എത്ര രൂപത്തിലേക്ക് നമ്മൾ മാറ്റി. ഇനിയിപ്പോൾ ഞാൻ ആദ്യം വരച്ച അതിന് സ്കെച്ച് ഇട്ടിരിക്കുകയാണല്ലോ, അതിൽ ഞാൻ ഒന്നും കൂടി കളറ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ട് അധികം വരച്ചാൽ മതി കേട്ടോ. അതിപ്പോൾ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ക്രയോണല്ല, കളർ പെൻസിൽ അല്ല സ്കെച്ച് തന്നെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് രസം. ലീഫ്, ഒറിജിനൽ ലീഫ് കൊടുത്തിട്ട് അങ്ങോട്ട് ഡിസൈൻ കൊടുക്കുക. കണ്ടോ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതിങ്ങനെ വയ്ക്കുക, വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ലീഫ് എത്ര വേണോ അത്രയും ലീഫ് ഇത് കൊണ്ട് ഒരൊറ്റ ലീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പശ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഈ പേപ്പർ ഒട്ടിക്കുന്ന പശ ഉണ്ടല്ലോ, കനമില്ലാത്ത പശ, അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ബാക്കിലൊന്ന് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കാരണം അത് ഒന്ന് സ്റ്റക്കാവും, നമുക്ക് വേഗം വരച്ചെടുക്കാൻ പറ്റും.
കേട്ടോ. ഇപ്പം ഇതിൽ നമുക്ക് ചെറിയ ലീഫ് എടുക്കാം. ലീഫ് ഇപ്പം നമുക്കറിയാലോ എത്ര ഷേപ്പ് ലീഫാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭംഗിയുള്ളത് ചെറുതോ വലുതോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ എടുക്കുക. കഴിയുന്നതും ഒരേ ലീഫ് കൊണ്ട് ഇങ്ങനെ വരയ്ക്കാൻ നല്ലത്. അപ്പം നമുക്ക് ഒരേപോലെ കിട്ടുമല്ലോ, ഒരേപോലെ കിട്ടും ചെയ്യും, നല്ല ഭംഗിയാവും, നല്ല ഷേപ്പിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരേപോലെ വരണത് എന്നൊക്കെ വിചാരിക്കില്ലേ, ചിലപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇപ്പോൾ ഈ കാണിച്ചത്. വരച്ചു കഴിഞ്ഞു, ഇനി സ്കെച്ച് ഇടാണ്. ഞാൻ പറഞ്ഞല്ലോ പെൻസിൽ തന്നെ ഉപയോഗിക്കുക. അധികം പെൻസിൽ ഉപയോഗിച്ചോളൂ കേട്ടോ. ഇത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ എന്തായാലും തുന്നാൻ പോണതല്ലേ. ഭംഗിയായിട്ട് സ്കെച്ചിനൊക്കെ ഓരോ, ഇപ്പോൾ സ്കെച്ച് ഇടുമ്പോൾ എന്താ മെച്ചമെന്ന് വെച്ചാൽ നമുക്ക് അത് കൂടെ ഇട്ട് വരച്ചാൽ മതിയല്ലോ. കണ്ട ഭംഗിയില്ലേ, സൂപ്പറായില്ലേ. ഇത് തന്നെയാണ് സൂത്രപ്പണി. അപ്പോൾ അതെന്ന് ഞാൻ പേപ്പർ ഒട്ടിക്കുന്നത് പറഞ്ഞല്ലോ, ഫെമിഗമ്മാണത് ഞാൻ ഉപയോഗിച്ചിരിക്കുക, അല്ല കാണിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഇത് നിത്യകല്യാണിയുടെ പൂവാണ്. അതിങ്ങനെ ഒന്ന് തുണിയിലൊക്കെ ഒട്ടാൻ ഇത്തിരി സങ്കടമാണ്, പക്ഷെ പേപ്പറിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നന്നായിട്ട് ഒട്ടും. അപ്പോൾ പേപ്പറിലേക്ക് വരയ്ക്കാൻ എളുപ്പമാണ്, തുണിയിലേക്ക് ഒന്ന് ഒട്ടാൻ ഇത്തിരി സങ്കടമാണ് മുപ്പത്തിയാർക്ക്. എന്നിട്ട് അതുപോലെ സ്കെച്ച് ഇടുക. അതിൻ്റെ ഈ തുമ്പൊക്കെ അങ്ങനെ ഒന്ന് മടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പം അതിനൊക്കെ ഒന്ന് നിവർത്തി പതുക്കെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അമർത്തി പിടിക്കരുത് കേട്ടോ. അമർത്തി പിടിച്ചാൽ ഫ്ലവറല്ലേ, അതിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ ഞണുങ്ങിപ്പോവും. അപ്പോൾ അത് പതുക്കെ ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ പിടിക്കണേൻ്റെ ഇടയിൽ തന്നെ അത് പതുക്കെ അത് ഒട്ടിയിട്ടുണ്ടായിരിക്കും. ഇത്തിരി കഴിയുമ്പോഴേക്കും ഒട്ടി, കണ്ടോ. ഇനി അതിനെ അങ്ങോട്ട് പിടിച്ച് സ്കെച്ച് ഇടുക. നല്ല ഹാർഡായിട്ട് അങ്ങനെ മൊത്തം വരയ്ക്കൊന്നും വേണ്ട. പിന്നെ ഇതിന് നടുപോർഷൻ എന്നുള്ളത് നമ്മുടെ ഡിസൈനിലേക്ക് കൊടുക്കുക. കാരണം നമുക്കതിന് ഷേപ്പല്ലേ കിട്ടേണ്ട ആവശ്യമുള്ളൂ. ആ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നടുപോർഷൻ ഏത് കളറോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. കിട്ടി കേട്ടോ. ഇനി അതിന് വേണ്ടി നമ്മൾ സ്കെച്ച് ഇടുക. അപ്പോൾ ഈ വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊക്കെ ഈ സ്കെച്ചിൽ ഇങ്ങനെ വരയ്ക്കുന്നതിൽ അങ്ങോട്ട് ഫില്ല് ചെയ്യണം. സ്കെച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വരയ്ക്കുന്നതിൽ അങ്ങോട്ട് ഫില്ല് ചെയ്താൽ മതി. ഒരെണ്ണം കിട്ടിയില്ലേ. ഇനിയിപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ച മഞ്ഞപ്പൂവാട്ടോ. അതെന്ത് പൂവാന്നറിയില്ല, പക്ഷെ നല്ല ഭംഗി. അതിൻ്റെ ഓരോ ഇതളും കാണാൻ എന്തൊരു ഭംഗി അറിയോ. പൂവും കാണാൻ നല്ല ഭംഗിയാണ്, ധാരാളം ഉണ്ടാവുകയും ചെയ്യും വീട്ടിൽ. ഇതൊക്കെ ഈ കാണിച്ച ഫ്ലവറൊക്കെ വീട്ടിൽ തന്നെ കേട്ടോ നട്ട് പിടിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു ഇഷ്ടം കൂടി ഉണ്ട്. കിട്ടുന്ന സമയത്തൊക്കെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാക്കണതാണ്. കണ്ടോ. ഇനിയിപ്പോൾ ഇതിനെ 3 ഇതളാക്കണോ 2 ഇതളാക്കണോ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ സ്കെച്ച് ഇടുകയാണ്. ഇതൊക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതൊക്കെ ചെയ്യണം കേട്ടോ. അത് വെറുതെ ഒരു ഡിസൈൻ എന്നുള്ള നിലയിൽ പൂവ് പക്ഷെ അടുപ്പിച്ച പൂവാട്ടോ. അത് ഒട്ടിയിട്ടില്ല. വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പശ വേണമെങ്കിൽ വെച്ചിട്ട് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. നടു ഞാൻ അത്ര ശ്രദ്ധിക്കണില്ല, കാരണം നടു നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ സൈഡ് അറ്റാണല്ലോ നമുക്ക് വരച്ച് കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നടു നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സ്കെച്ച് ഇട്ടു. അപ്പം ഇതിനെ ഇനി ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കെച്ച് ഇടാം കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ചിട്ട് പൂക്കൾ കണ്ടിട്ടില്ലേ, അങ്ങനെ നമുക്ക് സ്കെച്ച് ഇടാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഈ പെറ്റലിൻ്റെ അറ്റത്തൊക്കെ വെട്ടി കൊടുക്കുക. നല്ല രസമാണ് കേട്ടോ. ആ ഒരു ഷേപ്പിൽ പൂക്കൾ കാണാൻ. കണ്ടോ, ഒരു റൗണ്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ വെട്ടി കൊടുത്തത് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ. അപ്പോൾ ആദ്യം വരച്ചതിനേക്കാളും ഒറിജിനൽ പൂവിനേക്കാളും ഭംഗിയുള്ള ഷേപ്പുള്ള പൂവ് കിട്ടി നമുക്ക്. അതാ കണ്ടോ. ഇപ്പോൾ ശരിക്കും എന്ത് ഭംഗിയായി. അതിനാരോ തുമ്പ് വെട്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിന് കണ്ട. ഇനി ഇതിനെ സ്കെച്ച് ഇടുക. അപ്പോൾ നമ്മൾ ഒരു 2 ഫ്ലവർ വെച്ചിട്ട് നമ്മൾ 3 ഡിസൈൻ ഉണ്ടാക്കി. ഇങ്ങനെ എത്ര ഡിസൈൻ നിങ്ങൾക്ക് വേണം അടുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ വലിയ
വലിയ പൂക്കളായിട്ടോ കുഞ്ഞു 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 പൂക്കളായിട്ടോ ഈ പിന്നെ നമ്മുടെ തെച്ചി ഉണ്ടല്ലോ, തെച്ചിയുടെ പൂവ് കുഞ്ഞ് പൂക്കളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ധാരാളം ലീഫിൻ്റെ ഡിസൈൻ ചെയ്യാൻ പറ്റും. കാരണം അത് കുഞ്ഞി പൂക്കളല്ലേ. പിന്നെ 10 മണിയുടെ പൂവ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അറ്റം വളഞ്ഞിട്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് അറ്റം വളഞ്ഞ പൂക്കൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ലീഫുകൾ ഒക്കെ വെറൈറ്റി ലീഫുകളായിരിക്കും. അപ്പോൾ ലീഫൊക്കെ വേണമെങ്കിൽ ഈ കടലാസൊക്കെ ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് സ്കെച്ച് ഇട്ടിട്ട് വെട്ടിയെടുക്കുക. ഇതൊക്കെ നമ്മുടെ ഐഡിയ പോലെ മാറ്റി മറിച്ചും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർ പേടിക്കേ വേണ്ട, ഇതുപോലെ ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ കാണാതെ എത്ര പൂക്കളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഇതിൽ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്തോളൂ. ഞാൻ മനസ്സിലാവുന്ന വിധത്തിലാണ് കാണിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നണത് അല്ലേ. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇതിങ്ങനെ പൂവ് വെക്കുക, വേണമെങ്കിൽ പശ കൊണ്ടൊന്ന് ഒട്ടിക്കുക, എന്നിട്ട് പതുക്കെ സ്കെച്ച് ഇടുക. കഴിയുന്നത് പെൻസിൽ ഉപയോഗിച്ചോളൂ. കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഞാനിത് ഒരു പേന ഉപയോഗിച്ചത് കേട്ടോ. പക്ഷെ നമുക്ക് ജെൽ പേന ഉപയോഗിക്കാം. ജെൽ പേന പിന്നെ ഒന്ന് അയൺ ചെയ്ത ജെൽ പേൻ്റെ കളർ അങ്ങോട്ട് പോയി കിട്ടും. എളുപ്പമാണ്. ജെൽ പേനയാണ് ഏറ്റവും നല്ലത്. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് പുതിയൊരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഈ ഡിസൈനുകൾ ഫില്ല് ചെയ്യാൻ പഠിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീണ്ടും പറയാണ്, ഒരു ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.